ഓ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇല്ലടേ, പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലേ. ഇങ്ങോട്ട് മേളിലോട്ട് എവിടെ പോകണ്ടേ കളർഫുള്ളായിട്ട്? ഞാൻ അങ്ങോട്ട് വരാം. കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങളെന്താ ടെറസിന്റെ മുകളിലൊക്കെ പരിപാടി? കൃഷി തുടങ്ങിയാ? ഇല്ലടാ, ഞാൻ തുണി വിരിക്കാൻ വന്നത്. തുണി വിരിക്കാനാ? നീ എന്തൊരു നല്ല ഷർട്ടൊക്കെ ഇട്ട്. അല്ല, സാധാരണ നിങ്ങളൊരു തുണി ഇടുന്ന ശീലമൊന്നും ഇല്ലല്ലേ. ഷർട്ടൊക്കെ ഉണ്ടണ്ണാ? കൊള്ളാം. മെനങ്ങന്ന് കോളത്ത് പോയപ്പോൾ മേടിച്ചത്. പിന്നെ അണ്ണാ, ഞാൻ കടയിൽ പോയപ്പോഴേ ജമാലിനെ കണ്ടില്ല. ജമാൽ ഇപ്പോൾ ലീവാണ്. എടാ, അത് നീ അറിഞ്ഞില്ലേ? നമ്മൾ കടയിലെ പയ്യന്മാരെല്ലാം കൂടെ ജമാൽ ഉൾപ്പെടെ കാന്താര കാണാൻ പോയി. കാന്താര ചാപ്റ്റർ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇവനെ ആകെ വിഭ്രാന്തിയൊക്കെ പിടിച്ച് കൈയൊക്കെ കടിച്ച് മുറിച്ച് കട്ടിലൊക്കെ പിടിച്ച് തറയടിച്ച് ആകെ പ്രശ്നമാണ്. ഇവനെ ഇപ്പോൾ കെട്ടിയിട്ടൊക്കെ അവനെ. അണ്ണാ, അങ്ങനൊരു സംഭവം ഉണ്ടായാണ്. ശരി, അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലേ, ഭയങ്കര ഫീലാണ് ഈ പടം കാണുമ്പം. പിന്നെ അല്ലേ, എടാ വേറൊരു കാര്യം, നിന്നെപ്പോലുള്ള ലോലഹൃദയന്മാർ സിനിമ കാണാൻ പോകണമെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 4-5 പേരുമായിട്ടേ പോകും, ഒറ്റയ്ക്ക് പോകരുത്. അത്രയ്ക്ക് ബ്രഹ്മാണ്ഡ സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വിഷ്വൽ എഫക്റ്റ് കത്തി കയറൂടാ സിനിമ. ഞാൻ തന്നെ ആ സിനിമ കണ്ട് കുറേ സംഭവങ്ങളൊക്കെ കണ്ട് അടിച്ച് മൂത്രം ഒഴിച്ചു. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു വേണേ ഇത് കാണാൻ. ആണോ? വേറെ കാര്യം കിട്ടും. ഈ പടത്തിന്റെ കാര്യം അവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിടില ഇത്രയും വലിയ മാല ഉണ്ടായിട്ടേ ഇടയ്ക്ക് വെച്ച് പണയമൊക്കെ വെച്ചപ്പോൾ നിങ്ങളുടെ ഒന്നും ഇല്ലെന്നല്ലേ? ഇതാ, ഇത് വെറും വരവ് മാല. പിന്നെ നിങ്ങൾ ഇട്ടേക്കുന്ന ചുമ്മാ രസത്തിന് വേണ്ടി ഇട്ടേടാ. നിങ്ങളൊരു ചെറിയ പഴയ മുതലാളി സെറ്റപ്പ് ഒക്കെ ആണല്ലോ. എന്താ സംതിങ് ഉണ്ടോ? ഇല്ലടാ, തോന്നുന്നത്. ഞാൻ തുണിയിരിക്കാൻ വന്ന അമ്മച്ചാണ്. അണ്ണാ, എന്നാലും എനിക്ക് അറിയാൻ പറ്റാത്ത വേറൊരു കാര്യം ഉണ്ടെന്നാ, ഈ തെയ്യമൊക്കെ കെട്ടിയ ആളിനൊക്കെ ഭയങ്കര ഫീലാണ്. അതൊക്കെ എങ്ങനെയല്ലേ ഓരോ ആർട്ടിസ്റ്റുകൾ ചെയ്യണല്ലേ? എടേ, അത് സമ്മതിക്കണം, ഈ സിനിമയിൽ അത് സൂപ്പർ. പക്ഷേ ഇതേ ഞാൻ പ്രശ്നേഷം ചെയ്തിട്ടുണ്ട് മുമ്പ്. നീ എന്റെ കുഷ്ഠരോഗി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രശ്നേഷം കുഷ്ഠരോഗി ഉണ്ടോ? എനിക്ക് കണ്ടോ? മതി ഇതൊന്നും വേണ്ട. നിങ്ങളുടെ മുഖത്തുണ്ട് യഥാർത്ഥ കുഷ്ഠ. ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് പറ്റിയാണ്? എവിടെ? ഞാൻ പോണു. ഇത് ഉറപ്പായിട്ട് ഇത് ഏതോ പേപ്പട്ടി കടിച്ചാണ്. ഇല്ലെങ്കിൽ ഇത്രയും ബാധ കയറൂല. ഞാൻ പോണ്ടേ. എടാ മനു, എങ്ങനെ ഉണ്ടോ? നീ പേടിച്ചെങ്കിൽ എനിക്കറിയാം. എടാ മനു, ഇത്ര പേടി തൂടിയായിരുന്നു. എന്ത്? ഓ, അച്ഛൻ മേളിലുണ്ട് മക്കളെ. അച്ഛന്റെ കാര്യം ഒന്നും പറയാതിരിക്കും നല്ലത്. എന്തുറ്റി? അച്ഛൻ രാത്രി വിളിക്കുന്നു, മമ്മി പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ വിളിക്കുന്നതാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. പുള്ളിക്ക് ഇപ്പൊ അത് ആകെ കൂടി ഇതായി വലിയ പ്രാന്തായിട്ട് നിൽക്കുകയാണ്. മക്കളുടെ കാര്യം ചെയ്യും, ഒരു പെട്ടിയാട്ട വിളിച്ചിട്ടേ ആൾക്കാരെ കൂട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അച്ഛനെ നോർമലാക്കാം. അല്ലെങ്കിൽ പറ്റില്ല കേട്ടാ. പിന്നെ മാമനെ കണ്ടെന്ന് വെച്ചാൽ കണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് അടുത്ത വർഷം വരാം. ആ പ്രാന്തിനെ വീണ്ടും തുടങ്ങിയെന്നാ തോന്നുന്നു. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉറപ്പാ. മക്കളെ, ഞാൻ പോകുന്നു കേട്ടാ.